കൂടിയിരിക്കുന്നത് എന്റെ അച്ഛന്റെ ആത്മാവാ. അയാളാണോ ഇനി ലോറി കൊണ്ട് ഞങ്ങളുടെ ബുള്ളറ്റിൽ ഇടിച്ചതെന്ന് എനിക്കിപ്പോ നല്ല സംശയമുണ്ട്. എന്റെ അച്ഛൻ വിശ്വനാഥനെ ലോറി ഇടിച്ചു കൊന്നത് ഞാനാ. അതിനെനിക്ക് പണം തന്നത് വാമദേവന. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രമോല് നമ്മുടെ കണ്ണൻ മഹാലക്ഷ്മിയോട് ആ ഒരു സംശയം പറയുകയാണ്. അതായത് തൻ്റെ രണ്ടാനച്ഛൻ്റെ ദേഹത്ത് കൂടിയിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ പ്രേതമാണോ, എൻ്റെ അച്ഛൻ്റെ ആത്മാവാണോ എന്നൊരു സംശയമുണ്ട്. ഞങ്ങളുടെ ബുള്ളറ്റിൽ അന്ന് വണ്ടി ഇടിച്ചത് തൻ്റെ രണ്ടാനച്ഛനാണോ എന്നുള്ള ഒരു സംശയം മുറുകുന്നുണ്ട് എന്നൊക്കെ പറയുക കേട്ടോ നമ്മുടെ കണ്ണൻ. ഈ ഒരു സമയത്ത് നമ്മുടെ ഉണ്ണി കയറി വരുന്നുണ്ട്. അപ്പോൾ ഉണ്ണി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ബഹുമാനമില്ലാതെ നമ്മുടെ മഹാലക്ഷ്മിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മുടെ കണ്ണൻ എതിർത്ത് കുറെ പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, നിങ്ങൾ ഇവളെ ഒച്ചാനിച്ച് നിന്നാൽ മതി, എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഉണ്ണി ഭയങ്കരമായിട്ട് ഉറഞ്ഞാടിയിട്ടാട്ടോ അവിടെ നിന്ന് പോകുന്നത്. അപ്പുറത്ത് നമ്മുടെ കണ്ണൻ നമ്മുടെ പ്രതാപനെ കാണാൻ വരികയാണ്. അപ്പൊ പ്രതാപനാണെങ്കിൽ നമ്മുടെ കണ്ണന് കണ്ടപാടെ തന്നെ പറയുന്നുണ്ട്, ഇവന്റെ അച്ഛൻ വിശ്വനാഥനെ ലോറി ഇടിച്ചു കൊന്നത് ഞാനാണ്, അതിനെനിക്ക് പൈസ തന്നത് വാമദേവനാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പൊ നമ്മുടെ കണ്ണൻ ഈ ഒരു കാര്യമൊക്കെ കേട്ടിട്ട് ആകപ്പാടെ ദേഷ്യം കൊണ്ട് ഇങ്ങനെ തരിച്ചു നിൽക്കുവാണേ. പിന്നീട് അപ്പുറത്ത് നമ്മുടെ വാമദേവനെ കാണിക്കുന്നുണ്ട് കേട്ടോ. വാമദേവൻ ഭാര്യയായിട്ട് ഭയങ്കര ചർച്ചയിലാണ്. അതായത് മഹാലക്ഷ്മി എത്രയും പെട്ടെന്ന് തീർക്കണം, അവൾക്ക് സത്യങ്ങൾ അറിയാം, അവൾ വഴി സത്യങ്ങൾ പുറത്തു വരരുത് എന്നും പറഞ്ഞിട്ട് മഹാലക്ഷ്മി തീർക്കാനുള്ള പരിപാടികൾ അവിടെ നോക്കുവാണ്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? കണ്ണൻ ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ, മഹാലക്ഷ്മി നേരത്തെ അറിഞ്ഞതാണ്, മഹാലക്ഷ്മി തന്നോട് പറയാതെ ഒളിച്ചു വെച്ചതാണെന്ന് അറിയുമ്പോൾ മഹാലക്ഷ്മിയോട് ദേഷ്യം കാണിക്കുമോ? അല്ലെങ്കിൽ വാമദേവനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി, വാമദേവനെ അടിക്കാനൊക്കെ വേണ്ടി വാമദേവന്റെ മുന്നിലോട്ട്